എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഭാര്യ ഭർത്താക്കന്മാർ വഴക്കിടുന്നത് സാധാരണയാണ്. പക്ഷേ ആ വഴക്ക് കുറച്ചു നേരം മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അധികം നാൾ നീണ്ടു നിൽക്കാനായിട്ട് പാടില്ല. പക്ഷേ നമ്മൾ വഴക്കിടുമ്പോഴോ നമ്മളെ വായിൽ നിന്ന് അറിയാതെ ചില ബാഡ് വാക്കുകൾ വരും. അത് ചിലപ്പോൾ നമ്മൾ അറിയുന്നില്ല. പക്ഷേ അത് നമ്മൾ പങ്കാളികളിൽ മനസ്സിലേക്ക് അത് ആഴ്ന്നിറങ്ങും. അപ്പോൾ പോയ വാക്ക് പിടിച്ചാൽ കിട്ടില്ല എന്ന് നമുക്കൊരു ചൊല്ലില്ലേ. അപ്പോൾ അതാണ് ഇതിൻ്റെ ശരി. അതായത് കലഹങ്ങളില്ലാതെ ദാമ്പത്യം ഒരിക്കലും നടക്കുന്ന ഒന്നല്ല. കാരണം ഏത് ബന്ധത്തിലും അത് സംഭവിക്കുകയാണ്. എത്രയൊക്കെ ശ്രദ്ധിച്ചാലും വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ബന്ധങ്ങളിൽ. ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനവും പലപ്പോഴും ചെറിയ ചെറിയ പിണക്കങ്ങളും തന്നെയാണ്. എന്നാൽ ചിലർ വഴക്കിടുമ്പോൾ വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയുന്നു. എന്നാൽ ഒരിക്കലും അതൊരു നല്ല ശീലമല്ല എന്ന കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് പങ്കാളികൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കണം. അനാവശ്യമായ കാര്യങ്ങൾ വലിച്ചു പുറത്തേക്കിടരുത് ഒരിക്കലും. പറഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് പിന്നെ ഖേദം പ്രകടിപ്പിക്കുക. പക്ഷെ അവിടെ ഒരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാവുന്നില്ല. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ആയിരിക്കെ പറയാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതോ നിരവധി കാര്യങ്ങളുണ്ട്. ഇത് എത്ര വലിയ ശക്തമായ ബന്ധമാണെങ്കിലും തകർത്ത് കളയും എന്നതാണ് സത്യം. സന്തോഷകരമായ ദാമ്പത്യത്തിനിടയിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും നിരവധിയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഈ അഭിപ്രായ വ്യത്യാസത്തിനിടയിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം നിൻ്റെ തെറ്റാണ്. പരസ്പരം അങ്ങോട്ട് പറയുന്നു. പലപ്പോഴും നമ്മളിൽ പലരും പല ആവർത്തി കേൾക്കുന്നതാണ് വഴക്ക് കൂടുമ്പോഴല്ല, ഇതെല്ലാം നിൻ്റെ തെറ്റാണ് എന്ന കാര്യം. വഴക്കുണ്ടാവുമ്പോൾ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ മാനസികമായി തകർക്കുക എന്ന ലക്ഷ്യം മാത്രമായിരിക്കും പലർക്കും മുന്നിൽ. എന്നാൽ ഇതിനു വേണ്ടി പറയുന്ന വാക്കുകൾ പരുഷമാകുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കാണ് പോവുക. വഴക്കൊരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഒരുമിച്ചിരുന്ന പ്രശ്നത്തിൻ്റെ ആഴവും കാരണവും കണ്ടെത്തി പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത് ഇതേ തെറ്റ് തന്നെ ആവർത്തിച്ചു. അതായത് എപ്പോഴും വഴക്കുണ്ടാകുമ്പോൾ നിങ്ങൾ ഇത് ആവർത്തിക്കുന്നുണ്ടോ, കഴിഞ്ഞ തവണയും നീ ഇത് തന്നെയാണ് തെറ്റ് ചെയ്തത് എന്നൊരു വാക്ക് പങ്കാളിൽ നിന്നുണ്ടാവുന്ന അത്ര നല്ലതായല്ല കണക്കാക്കുന്നത്. കാരണം പണ്ടത്തെ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നിങ്ങളുടെ പ്രശ്നം എത്ര ചെറുതാണെങ്കിലും അത് വലുതാവാനായിട്ട് കാരണമായി മാറുന്നു. എന്നാൽ തെറ്റുകൾ ക്ഷമിച്ചതാണെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിൽ സംസാരിക്കുന്നതിന് ഇത്തരം വാചകങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നെ പറയും നമ്മൾ മടുത്തു നിങ്ങളുമായിട്ട് വിവാഹമോചനമാണ് അനിവാര്യം എന്നുള്ളത്. പലരും വിവാഹത്തിന് ശേഷം അതിഭീകരമായി വഴക്കിടുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് വിവാഹമോചനം വേണം എന്നുള്ളത്. എന്നാൽ ഇത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറയുന്ന ഒരു കാര്യമായി മാത്രം കണക്കാക്കിയാൽ മതി. എത്ര തവണ പറഞ്ഞാലും നമ്മൾ പറഞ്ഞ കാര്യം മാത്രം തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ഓരോ കാര്യവും പറയുന്ന വാക്കുകളും വളരെയധികം ശ്രദ്ധിക്കണം. ക്ഷമയോടെ എല്ലാ കാര്യവും ചെയ്യുകയും സംസാരിക്കുകയും വേണം. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട്, അതായത് വ്യക്തിപരമായ ആക്ഷേപങ്ങളാണ് ഒരിക്കലും പൊറുക്കാൻ സാധിക്കാതെ. ഇത് നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു കല്ലുകടിയായി മാറുന്നു. പറയാനുള്ള കാര്യങ്ങൾ പരസ്പരം പറയുക എന്നതാണ് നല്ലത്. എന്നാൽ അതൊരിക്കലും മറ്റൊരു വ്യക്തിയെ ആക്ഷേപിച്ച് ഇൻസൾട്ട് ചെയ്ത് കുറ്റപ്പെടുത്തിക്കൊണ്ടാവരുത്. ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും. ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പലപ്പോഴും മറ്റൊരു വ്യക്തിയുടെ ധൈര്യം, സ്നേഹം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രശ്നങ്ങൾ വഷളാക്കാറുണ്ട്. അതുകൂടാതെ അവസാനമായിട്ട് പറയാം, സംസാരിക്കുന്നതിൽ വാശി. പരസ്പരം ബഹളമുണ്ടാക്കുന്ന സമയം ഒരാൾ സംസാരത്തിൽ നിന്ന് പിന്മാറിയാലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കലഹം ശക്തമാകുമ്പോൾ ഇത്തരം പിന്മാറ്റങ്ങൾ പലരും നടത്തും. എന്നാൽ ഉടൻ തന്നെ ഇപ്പോൾ സംസാരിക്കണം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് വാശി പിടിക്കുന്ന അത്ര നല്ല ശീലമല്ല എന്നത് മനസ്സിലാക്കണം. അതുമാത്രമല്ല ഇത് ബന്ധത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സംസാരിക്കുന്നത് വളരെയധികം ചിന്തിച്ച് വേണം. നമ്മൾ ഒരു ചൊല്ലുമല്ലോ, 2 കൈകൾ കൂട്ടിയടിച്ചാൽ മാത്രമേ ഒച്ച ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു കൈ കൂട്ടിയടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ 2 പേരും പരസ്പരം ഇങ്ങനെ ബഹളങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ അവിടെ ഒരു വാശിയുടെയും വൈരാഗ്യത്തിനും പ്രശ്നം. അപ്പോൾ ഒരാൾ കുറച്ചൊന്ന് പിൻവാങ്ങി താഴ്ന്നു കൊടുത്താൽ പതുവെ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.